ചെറിയ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ സ്വതവേ പാട്ട് പാടാൻ ഞാൻ മിടുക്കനല്ല. അതുകൊണ്ട് പാട്ട് പാടാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും കഴിയില്ല. അങ്ങേക്ക് കഥാപ്രസംഗി എന്നൊരു പേരുണ്ട്. കഴിയുമെങ്കിൽ ഈ പാട്ടൊന്ന് പാടാൻ നോക്കുക. ഇന്നീ പാർട്ടി ലോകമെങ്ങും നാണം കെടാൻ കാരണഭൂത്യൻ കേരളത്തിൻ്റെ പിണറായി സഖാവ് തന്നെ. അതൊന്ന് പറ്റുമെങ്കിൽ അങ്ങൊന്ന് പാടിക്കൊടുക്കുക. ഇന്ന് അൻവർ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം അതല്ലേ. അൻവർ പറഞ്ഞതും ഇപ്പൊ ഇവിടെ CPIയുടെ പ്രതിനിധി വളരെ ആവേശത്തോടെ പറയും. എന്താ പറഞ്ഞത്? അതിന്റെ എസൻസ് എന്താ? ഈ കഴിഞ്ഞ നാളുകളിൽ PV അൻവർ നടത്തിയ മുഴുവൻ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ സംരക്ഷിച്ചു. ഇപ്പൊ ഞങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇനി PV അൻവറിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. ഇവരുടെ ഏറ്റവും വലിയ ആയുധമാണ്. ഒരു ആള് ആരോപണം ഉന്നയിച്ചാൽ അയാളെ അപ്പൊ തന്നെ അയാളുടെ വിശ്വാസ്യത ഇല്ലാതെയാക്കാൻ നോക്കുക. PV അൻവർ എന്നുള്ളത് മാറ്റിവെക്കുക. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ഒന്ന്, പിണറായി അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യൻ സ്വർണ്ണക്കടത്തിൽ പങ്കാളി, പിണറായി എന്ന സൂര്യൻ കെട്ടുപോയി, P ശശി കാട്ടുകള്ളൻ, ADGP അജിത് കുമാർ സ്വർണ്ണക്കടത്തുകാരൻ, ഉന്നത നേതാക്കൾ അഴിമതിക്കാർ, തൃശൂർ BJPക്ക് പിണറായി നൽകിയ സമ്മാനം, റിയാസ് മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, കോടിയേരി അന്ത്യയാത്രയിൽ അപമാനിച്ചു, മുഖ്യമന്ത്രി ആഭ്യന്തര വീണ് നിൽക്കട്ടെ, പൂരം കലക്കിയത് BJPക്ക് വേണ്ടി, പിണറായി RSSനോട് സന്ധിയിൽ, ADGP മുഖ്യനെ അങ്കിൾ എന്നാണ് വിളിക്കാറ്, പാർട്ടിയിൽ ഗോവിന്ദൻ മാസ്റ്റർക്ക് പോലും രക്ഷയില്ല, പിണറായി ചതിയനാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ എല്ലാം നേതാക്കൾ നേതൃതലത്തിൽ ഒറ്റക്കെട്ടാണ്, നിങ്ങളുടെ എല്ലാം നേതാക്കൾ കൈകോർത്ത് നിൽപ്പാണ്. അത് കേസ് അട്ടിമറിക്കലടക്കം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലിലടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ടോപ്പ് ലെവൽ, താഴേക്കിടയിലെ അണികൾ മണ്ടന്മാർ, ടോപ്പ് ലെവലിലെ നേതാക്കൾ നല്ല കൈകോർത്ത് നല്ല സൗഹൃദ വഴിയാണെന്ന് കുഞ്ഞാലിക്കുട്ടി അടക്കം ചൂണ്ടിക്കാട്ടി പറയുന്നുണ്ട് കേട്ടോ അൻവർ. അല്ല അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഇന്ന് ഈ അൻവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ കഴിഞ്ഞ 8 വർഷമായിട്ട് പറയുന്നതാണ്. സ്വർണ്ണക്കടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നോക്കുവോ ഹാഷ്മി, എവിടെയാണ് അൻവർ ശത്രുവായി മാറുന്നത്? ഇപ്പൊ നമുക്ക് ഇപ്പൊ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോർപ്പറേറ്റുകളുടെ ശത്രുവായി മാറിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, 2013 ലാൻഡ് അക്വിസിഷൻ ആക്ട്, കോർപ്പറേറ്റുകളുടെ ഭൂമി തട്ടിയെടുക്കൽ, ആദിവാസികളുടെ ഭൂമി അനുമതിയില്ലാതെ തട്ടിയെടുക്കൽ, അതെന്ന് നിർത്തലാക്കാനുള്ള നിയമം വന്നോ അന്ന് മുതലാണ് രാഹുൽ ഗാന്ധി കോർപ്പറേറ്റുകളുടെ കണ്ണിലെ കരടായത്. പിണറായി വിജയന്റെ കണ്ണിലെ കരടായി PV അൻവർ മാറുന്നത് എപ്പോഴാ? തന്റെ സ്വർണ്ണക്കള്ളക്കടത്ത് തട്ടിപ്പ് വ്യാപാരം മുഴുവൻ ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറഞ്ഞതോടെയാണ് PV അൻവർ അനഭിമതനായി മാറുന്നത്. PV അൻവർ ADGPയെ കുറിച്ച് പറഞ്ഞപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് ഗൗരവതരമായ ആരോപണമായിരുന്നു, ഇല്ലേ? ഈ P ശശിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പാർട്ടിക്ക് ഗൗരവതരമായ ആരോപണമായിരുന്നു. ഈ പൂരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പാർട്ടിക്ക് ഗൗരവതരമായ കാരണമായിരുന്നു. സ്വർണം തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തട്ടിപ്പുകാരൻ പത്രസമ്മേളനം നടത്താൻ വന്നു. എങ്ങനെയാണ് തട്ടിപ്പ് നടത്തുന്നു എന്ന് പറഞ്ഞ ഈ ഗ്രാമുകൾ കുറയുന്നത്, എങ്ങനെയാണ് അത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതോടെ പിണറായി വിജയൻ PV അൻവറിനെ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ഏജന്റാക്കി മാറ്റി. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇനി ഇങ്ങോട്ടേക്ക് സ്വപ്ന സുരേഷിന്റെ സ്റ്റേറ്റ്മെന്റ് മുതൽ മുഴുവൻ ഇങ്ങോട്ടെടുത്ത് കണക്ട് ചെയ്തോ. ഈ കേരളത്തിലെ CPIയുടെ നേതാക്കന്മാർക്ക് മുഴുവൻ സ്വർണം പൊട്ടിക്കലുമായിട്ടുള്ള ബന്ധം കണക്ട് ചെയ്യൂ. അപ്പോൾ പിണറായി വിജയനെ തൊട്ടത് എവിടെയാണ്, നൊണ്ടത് എവിടെയാ? തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം അൻവർ ഇല്ലാതെയാക്കാൻ പോകുന്നു. അതാണ് പ്രശ്നം. സ്വർണ്ണ തട്ടിപ്പിന്റെ ക്രിമിനൽ ബുദ്ധിയോടുകൂടി നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയനാണ്. തന്റെ ബിസിനസ്, അൻവറിന്റെ ബിസിനസിനെ പ്രശ്നമുണ്ടായപ്പോഴാണ് അൻവർ പ്രശ്നം ഉണ്ടാക്കിയത്, ഇല്ലേ? പക്ഷെ പിണറായി വിജയന്റെ ബിസിനസിനെ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അൻവർ ശത്രുവായി മാറുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഹാഷ്മി. അത് മറുപടി പറയാൻ പറ്റില്ല. ഇതിനകത്തുള്ള മുഴുവൻ തെളിവുകളും കയ്യിൽ വെച്ചുകൊണ്ടാണ് അൻവർ പറയുന്നത്. ഇതിനപ്പുറം ഈ പറയുന്ന വാചോടകപ്പത്തിനപ്പുറം മറ്റൊന്നും ഇവർക്ക് ആരോപിക്കാൻ കഴിയില്ല. വലിച്ചു പുറത്തിട്ടാൽ മുഖ്യമന്ത്രിക്ക് വഴിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ഇവിടെ RSSനെ സംബന്ധിച്ചുള്ള കാര്യം പറഞ്ഞല്ലോ, അന്വേഷണം നടക്കുന്നു. ഹാഷ്മി, ഇന്നലെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. RSS നേതാവിന് ജയകുമാറിന് നോട്ടീസ് കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കണം, കൗശലം ആലോചിച്ച് നോക്കണം. ഈ സർക്കാരിന്റെ പിണറായി വിജയന്റെ RSSന്റെ നേതാവ് ജയകുമാറിന് നോട്ടീസ് കൊടുത്തു. എന്തിന്റെ പേരില ഹാഷ്മി ഈ രാജ്യത്തെ ഒരു പൗരന് നോട്ടീസ് കൊടുക്കാൻ കഴിയുക? ADGPയെ കണ്ടതിന്റെ പേരിൽ കഴിയോ? ആ ജയകുമാർ പോയിട്ട് കോടതിയിൽ പോയി ആ നോട്ടീസിനെ ചോദ്യം ചെയ്താൽ ഇവരെന്താ പറയാൻ പോകുന്നത്? നോക്കൂ, കോടതിയിൽ പോയി, കോടതി പറഞ്ഞു ഒരു കേസുമില്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് വിലപിക്കുന്നത്? ഇതല്ലേ ചോദിക്കാൻ പോകുന്നത്? ഇതിനല്ലേ നടത്തിയത്? പകരം ചെയ്യേണ്ടത് എന്തായിരുന്നു?
വ്യക്തിപരമായ കാരണങ്ങൾക്ക് പോലും IPS IAS ഉൾപ്പെടെയുള്ള ഗവൺമെന്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മറ്റൊരാളെ രാഷ്ട്രീയ സംഘടനയുടെ നേതാക്കന്മാരെ കാണണമെങ്കിൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി എടുക്കണം. ജയകുമാറിന് നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തന്നെ RSS എന്ന് പറയുമ്പോഴേക്ക് RSSക്ക് DGP ഓഫീസിലേക്ക് പോവാണോ? അവിടെ എന്താണ് സംസാരിച്ചു? ഞങ്ങൾ പൂരങ്കലക്കൊക്കെ സംസാരിച്ചു എന്നൊക്കെ മണിമണി പോലെ പറയുകയാണോ? ഉടായിപ്പല്ലെന്നേ. ഞാൻ തിരികെ ഇടവേള ക്ഷമിക്കണം. ഞാൻ ഇടവേള TP കേന്ദ്ര മാഷിലേക്കും ആനന്ദ് കൊച്ചുകൂടി പൂർത്തിയാക്കുള്ളൂ. 10 സെക്കൻഡ് നോക്കൂ, ഈ നേരം വരെ ADGPയോട് നിങ്ങൾ എന്തിനാണ് RSSന്റെ 2 നേതാക്കന്മാരെ 10 ദിവസത്തിനിടയിൽ പോയി കണ്ടത് എന്ന് വിശദീകരണം ചോദിച്ചിട്ടില്ല. മനസ്സിലാക്കൂ, ഇതെങ്ങനെയാണ് അട്ടിമറിക്കുന്നത് എന്നുള്ളത്. ആദ്യം പറയാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥൻ ADGP ആണ്. അയാളോട് വിശദീകരണം ചോദിക്കാതെ ഈ രാജ്യത്തെ സാധാരണ ഒരു പൗരൻ, അത് RSS എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയുടെ നേതാവാണ്, അത് രാഷ്ട്രീയം മറ്റൊന്ന്. പക്ഷെ ഒരു പൗരൻ എന്ന നിലയിൽ ഒരാളെ ചെന്ന് കണ്ടതിന് വിശദീകരണം ചോദിച്ചാൽ ഈ രാജ്യത്തെ ഏതെങ്കിലും കോടതി നിലനിൽക്കുമോ? ആ മറുപടി ഞാൻ ശ്രീ JC തോമസിനുള്ള മറുപടിയുമായി ബന്ധപ്പെട്ട് തന്നെ പറഞ്ഞോളാം. അദ്ദേഹം ഇവിടെ പറഞ്ഞത് RSSും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം. അതിനാദ്യം അദ്ദേഹം ഉദ്ധരിച്ചത് പിണറായി വിജയൻ ഋഷിതുല്യനായിരുന്നു എന്ന് പറഞ്ഞ RSSന്റെ നേതാവ് P പരമേശ്വരന്റെ മാതൃഭൂമി ബുക്ക് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച പുസ്തകം തിരുവനന്തപുരത്ത് VS അച്യുതാനന്ദൻ റിലീസ് ചെയ്തപ്പോൾ തൃശ്ശൂരിൽ VD സതീശൻ റിലീസ് ചെയ്തതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ആയിക്കോട്ടെ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം കേസുകൾ കോംപ്രമൈസ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. അങ്ങേക്ക് E ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന CPI നേതാവിന് ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിന്റെ കൈ തല്ലി ഒടിച്ചു. ആ കേസിൽ മൊഴിമാറിയതാരാ? CPMന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ് മൊഴിമാറിയത്. ആർക്കു വേണ്ടി? RSSന് വേണ്ടി. നിങ്ങളുടെ തല്ലോ കൊള്ളുന്നുണ്ട്, RSSന്റെ തല്ലുകൂടി മേടിച്ചു കൊടുക്കണോ ജയിക്കെ ആ പാവം CPIക്കാർക്ക്? ഇനി മൂന്നാമത്തെ കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയാണ് RSSനെതിരെയുള്ള ഇത്. ഞാൻ ചരിത്രത്തിലേക്ക് പോകാം. വർഷം 1977. കേരളത്തിന്റെ നിയമസഭയിൽ BJPക്ക് MLA ഇല്ല. മനസ്സിലായില്ലേ? അന്ന് അവിടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒരു പ്രസംഗം നടക്കുന്നു, നയപ്രഖ്യാപന പ്രസംഗം. ആ പ്രസംഗത്തിൽ പറയുന്നു, അടിയന്തരാവസ്ഥക്കാലത്ത് RSSനെ നിരോധിച്ചത് എതിർക്കപ്പെടേണ്ടതാണ്, RSSനെ നിരോധിച്ചത് ശരിയായില്ല. പ്രസംഗിച്ച ആളുടെ പേരെന്താ അറിയോ? പ്രതിപക്ഷ നേതാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. മറുപടി ഉണ്ടോ ജയിക്കെ? നിങ്ങളുടെ ചരിത്രം RSSന്റെ ഒപ്പം നിന്ന ചരിത്രം നിങ്ങൾക്കുള്ളൂ. പിന്നെ ഞാൻ സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച് പറഞ്ഞു, പച്ചക്കള്ളം. ഞാൻ മറുപടി മറുപടി പറയാനുള്ള സമയം തന്നാൽ ഞാൻ മറുപടി പറയാം, വ്യക്തമാക്കാം. പിന്നെ 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 നോക്കൂ, പിന്നെ ഈ ഗോൾഡ് സ്മഗ്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഞാനാണോ JK പറഞ്ഞത്? ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ദുബായിലേക്ക് പോയപ്പോൾ ഒരു ബാഗ് മറന്നു വെച്ചു. ആ ബാഗ് സ്കാൻ ചെയ്തപ്പോൾ ഞങ്ങളുടെ പണിക്ക് പറ്റിയ ആളാണെന്ന് സ്വപ്ന സുരേഷാണ് കസ്റ്റംസിന് മൊഴി കൊടുത്തത്. ആ മൊഴി ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ശിവശങ്കർ റാറ്റിഫൈ ചെയ്തു. ആ വസ്തുത ഉന്നയിച്ചുകൊണ്ട് പിണറായി സ്വർണ്ണക്കള്ള തട്ടിപ്പുകാരന്റെ ഏറ്റവും മുഖ്യനായ ഒരാളാണെന്ന് ഞാൻ പറഞ്ഞാൽ രാഷ്ട്രീയ മാന്യതയില്ലാതെ എങ്ങനെയാവും ജയിക്ക്? അതൊന്നങ്ങ് പറഞ്ഞ. ഇനി BJPയുടെ പ്രതിനിധിയോട് ഒരു ചോദ്യം. നിങ്ങൾ ശബരിമല ഉൾപ്പെടെ ഈ രാജ്യത്ത് എവിടെ ഹിന്ദു ആരാധനക്കെതിരെ, ആചാരങ്ങൾക്കെതിരെ ഒരു ചെറുവിരൽ ഉയർത്തിയാൽ ഇനി ഒന്നുമില്ലെങ്കിലും കള്ളത്തരം പറഞ്ഞും നിങ്ങൾ ഹിന്ദു ആചാരങ്ങളെ സംരക്ഷിക്കാൻ വരുന്നവരാണ്. തൃശ്ശൂര് മടത്തിൽ വരവ് മുതൽ വെടിക്കെട്ട് മുതൽ മുഴുവൻ ആചാരങ്ങളെയും തെറ്റിക്കുന്ന അട്ടിമറിയാണ് തൃശ്ശൂർ നടന്നത്. പകൽ പോലെ വ്യക്തമായിട്ട് നടക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, BJP നിങ്ങൾക്ക് എന്താ ആ തൃശ്ശൂർ പൂരത്തിൽ എന്താണ് നടന്നത്? ഹിന്ദുക്കളുടെ ആചാരത്തെ, ഹിന്ദുക്കളുടെ വികാരത്തെ, പൊതുവെ തൃശ്ശൂരിന്റെ വികാരത്തെ അപമാനിച്ച ആ വെടിക്കെട്ട് എന്താ നടന്നത് എന്ന് അന്വേഷിക്കാൻ നിങ്ങൾക്ക് എന്താ താല്പര്യമില്ലാത്തത്? എന്താ താല്പര്യമില്ലാത്തത്? കാരണം നിങ്ങൾ ഒരുമിച്ച് നടത്തിയതാണ്. നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഗൂഢാലോചന നടത്തി ആ പൂരം അട്ടിമറിച്ചതാണ്. അത് ഇന്ന് കേരളത്തിന് മുഴുവൻ ബോധ്യപ്പെട്ടിരിക്കുന്നു. ബോധ്യപ്പെടാത്തതല്ല, നിങ്ങൾ കള്ളത്തരത്തിന്റെ ഭാഗമായതുകൊണ്ട് നിങ്ങൾ അതിനെ സംബന്ധിച്ച് ഒരക്ഷരം വിട്ടില്ല. നുള്ളി നോക്കുന്നുണ്ടോ CPMനെ? പൂരം അട്ടിമറിച്ചതിന് ഒന്ന് നുള്ളി നോക്കുന്നുണ്ടോ? ഞങ്ങൾ നേതാക്കന്മാർ തല്ലുകൊണ്ട് തലയും പൊട്ടി കയ്യോടിഞ്ഞ് കിടക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഒരു സമരം നടത്തിയത് ഹാഷ്മിക്ക് അറിയാവോ? ആചാര സംരക്ഷകർ, പൂരത്തിന്റെ ഏറ്റവും വലിയ സംരക്ഷകർ ഇവർ പൂരം നടന്ന ദിവസം ഉന്നയിച്ച ആരോപണങ്ങൾ കാതിയിൽ പോയോ? ശരി, ആ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്.